ഇപ്പച്ചിക്ക് കരയ രസം. ഇപ്പച്ചിമാരിടൂലല്ലോ, ബോയ്സ് ഇടാൻ പാടില്ലല്ലോ, ബോയ്സ് ഇടൂല. ഐശ്വര്യാണ് ഏറ്റവും മാച്ച്. അതാണ് ഇമ്മച്ചിക്കാ കുത്തി നല്ല മാച്ച്. നോക്കട്ടെ ഉമ്മച്ചിയുടെ നമ്മുടെ മോളെ ഞാൻ എടുത്താലോ? ഉമ്മച്ചിയുടെ എടുത്തോട്ടെ വെച്ചാലോ? നിനക്ക് ഞോക്ക് വേറെ വാങ്ങി കൊടുത്താൽ കേട്ടോ. അങ്ങനെ ആക്കുക. എങ്ങനെ ഉമ്മച്ചി കൊടുക്കണ്ട? ശക്തി വേണം, നല്ല ശക്തി വേണം. നല്ല ഫുഡ്, നല്ല ശക്തി വേണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. അങ്ങനെ വേണ്ടിയേ ആര് കൂട്ടിട്ട് കാര്യം നല്ല ഫുഡ് കഴിക്കണം. ലക്ഷ്യോ കറിമലല്ല ശക്തി കിട്ടുക, നല്ല ഫുഡ് കഴിക്കണേ മരം. ഇഷ്ടായ അത് സാധനം? ഇങ്ങനൊക്കെ വെക്കണേ? എങ്ങനെ യൂസ് ചെയ്യണേ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വ്യത്യസ്ത സംഭവം കോലത്തിലൊക്കെ വെക്കണ ആദ്യമായിട്ട് കാണേ. മെച്ചള മതിയോ? മെച്ചള അങ്ങനെ വെക്കല്? എങ്ങനെ ഇങ്ങനെ മെച്ചള വെക്കല്? കേട്ടോ ബേബിന്റെ പോലെ ചൈനത്തെ കുട്ടിയാട്ടോ ഈശോ. ചൈന കുട്ടിയാണ്, ചൈന കുട്ടി. ഈശോ നമുക്ക് അമ്പിക്കുട്ടിക്ക് മറ്റേ സാധനം കൊടുക്കാതെ കഴിച്ചാലോ? മറ്റേ സാധനം അല്ലേ? എന്റെ കുട്ടിക്ക് കൊടുക്കാതെ നമ്മള് കഴിക്കൂലല്ലോ. ഇപ്പച്ചി എനിക്ക് കൊണ്ടുവന്നാണ്ട് ഫസ്റ്റ് തന്നത് അല്ലേ? എന്താ അപ്പൊ ഞങ്ങള് വെറുതെ പറഞ്ഞതാട്ടോ. ഹാപ്പി ഹാപ്പി ആയെങ്കിൽ സ്മൈൽ ചെയ്യണം. സ്മൈൽ സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്. അമ്പിമോൾ ഇതാ ഇവിടെ കിടന്ന് ചിരിക്കുന്നു. കണ്ടോളൂ കണ്ടോളൂ. നോക്കട്ടെ. ഇത് അന്യത്തെ സാധനമാണ്. ഐശോ അന്യന പാട്ട് പാടും. ചെറുപ്പത്തിലേക്കല്ലേ ആരെയും വീഡിയോ എടുത്ത് ഞാൻ കണ്ട് വീഡിയോ എടുത്തില്ലേ ആ അടമര മൊത്തം കുട്ടിയില്ല. ഞാൻ വിളിച്ചിട്ടില്ല. വീഡിയോ എടുക്കുന്നുണ്ട്. അമ്പി വീഡിയോ എടുക്കാൻ ഗൈസില്. അല്ല ഗൈസ് ഇതൊക്കെ അമ്പിയാണ് വീഡിയോ എടുക്കുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അതൊക്കെ അമ്പിയാണ് ഗൈസ് വീഡിയോ എടുക്കണേ. വീഡിയോ എടുക്കാൻ മനസ്സിലായി മനസ്സിലായി. ടെക്നിക്ക് മനസ്സിലായി. കാര്യോ സൂപ്പർ സൂപ്പർ. പാട്ട് പോയി. പാട്ട് ഞാൻ വീഡിയോ എടുത്തോ കാക്കിയപ്പോളോ ഞാൻ പിടിച്ച
നമുക്ക് വേറെ എന്തെങ്കിലും കളി കളിക്കാം. ഏത് കളി കളിച്ചോ? ഒന്ന് കളറ് എന്നിട്ട് ആ കളർ നമ്മള് വീട്ടിന്റെ ഉപയോഗിക്കണം. അങ്ങനെ ഒരു കളറ് കൊടുക്കൂ. നമുക്ക് നാളെ കളിക്കാം. അത് നാളേക്ക് കണ്ടിട്ട് വേണം നമുക്ക്. സൺഡേ സ്കൂളില്ലല്ലോ. നമ്മൾ പേപ്പർ എന്നിട്ട് ആ കീഴിയാണ്ട് കസിനാക്കിയാണ്ട് കട്ടിക്കുക. എന്നിട്ട് അത് സന്തോഷം കഴിഞ്ഞിട്ട് ആ ഓരോ കളറ് പറയുമ്പോ അത് നാളെ ഇവിടുത്തെ കളിച്ച് ഞാൻ കളിയല്ലേ. അതെങ്ങനെ അറിയിച്ചോ? ഇവിടെ അമ്പിക്കുട്ടി കുറെ പേപ്പേഴ്സിൽ ഓരോ കളറുകൾ എഴുതി വെച്ചിട്ടുണ്ടോ? അതെ. എന്നിട്ട് അതിന് നമ്മൾ കളറല്ലേ അത് നമ്മള് പറയുമ്പോഴാണ് അടിയിലും ആ കളറ് നമ്മള് ഇങ്ങനെ കളർ നമ്മൾ പറയും. ആ കളർ നമ്മൾ എടുക്കണം. ഓക്കെ. യൂട്യൂബിൽ കണ്ട എല്ലാ വീഡിയോ അല്ല ആൾക്കാർ കളിക്കണത് അല്ലേ? കോപ്പിയടി കോപ്പിയടി കളിക്കാം. നല്ല രസമുള്ള കളിയാ. അല്ലേ? കളിക്കാം കളിക്കാം. നാളെ കളിക്കാം. നാളത്തെ കണ്ടിട്ടാണ് കേട്ടോ. നാളെ കളറുകൾ എടുക്കണ കണ്ടിട്ടാട്ടോ. ഓക്കെ. നമുക്ക് ഇപ്പൊ വരുമ്പോ പേപ്പറിലേക്ക് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ. പിന്നല്ലേ നമ്മള് അത് കഴിഞ്ഞിട്ട് വേറെ ഗെയിം നമ്മൾ കിച്ചൺ ചെയ്യും. അപ്പൊ ഗെയിമോട് ഗെയിം ഗെയിം മൊത്തം ഗെയിം. ഓക്കെ ഓക്കെ. അപ്പൊ രാവിലെ രാവിലെ ആരെ രാത്രി ഫുള്ള് ഗെയിം ഉള്ളു കളിച്ച് രാവിലെ അതാ. ഉറങ്ങണ്ടേ? അതിന് വേറെ ഒന്നുണ്ട്. ഇപ്പച്ചി 12 കളിച്ചാ കളി കാണാമോ? അതെന്തോ സൺഡേ അല്ലേ കളി? സൺഡേ ആണല്ലേ? സൺഡേ ആണ്. ഓക്കെ. നമുക്ക് ഉറങ്ങല്ലേ? ചാക്കി വെക്കാം. ഇപ്പൊ ഇന്നല്ല, നാളെ ഇപ്പച്ചി കടയിൽ വരുമ്പോത്തിനാണേ. ഇത് വേറെ പ്രശ്നം. ഇതിപ്പോ ഇപ്പച്ചിന്റെ ഫോണില് സ്റ്റോറേജ് അറിയാനായിട്ട് സ്റ്റോറേജ് അറിയാനേ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആയിക്കോട്ടെ. ഇങ്ങോട്ട് പറഞ്ഞു കേക്ക്. ഇതൊക്കെ പറഞ്ഞ കേക്ക്. പിന്നെ നമ്മള് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തില്ലേ? ഈ നാളെ നമുക്ക് ആ കണ്ടന്റ് എടുക്കുമ്പോ നാളെയൊക്കെ നമുക്ക് നല്ലൊരു കണ്ടന്റ് നമ്മൾ ഉഷാറായിട്ട് എടുക്കാം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇന്ന് എടുത്താൽ പിന്നെ ഇപ്പച്ചിന്റെ ഫോണും ചാർജ് കഴിയാനായിരുന്നു. നമുക്ക് കുറക്ക്. പിന്നെ നമുക്ക് അവൾക്കുട്ടിക്ക് കൊണ്ടുവന്ന മുട്ടായി സ്നാക്സ് ഒക്കെ കഴിക്കണ്ടേ? മറ്റേ ആ വലിയ പാക്കറ്റ് അതിനൊക്കെ സ്നാക്സ് തന്നെ പറയാം. അപ്പൊ നമുക്ക് കഴിക്കുമ്പോൾ നേരെ വരും വീഡിയോ എടുക്കാൻ. അപ്പൊ അമ്പിക്കുട്ടി പറഞ്ഞ വീഡിയോ നാളെ എടുത്താൽ പോലെ. ഓക്കെ. അടിനാ ഓക്കെ ഓക്കെ സെറ്റ്. ഞങ്ങൾ നാളത്തെ കണ്ടന്റ് കളർ ചലഞ്ച്. അമ്പി എന്താണോ പറയുന്നത് അതേപോലത്തെ ചലഞ്ച്. കളർ എടുക്കുന്ന ചലഞ്ച്. അമ്പിന്റെ ചലഞ്ച്. എന്ത് ചലഞ്ച് ആവട്ടെ? ഓരോ കളർ പറയുമ്പോ ആ കളർ എടുക്കുക. അതാണ് ഞങ്ങളെ നാളത്തെ കണ്ടന്റ്. ഓക്കെ ഓക്കെ ഓക്കെ.